ഒരു എഡ്ടെക് മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ്. എത്രത്തോളം സ്റ്റുഡൻസ് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്? ഫോൺ കുറെ കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവില്ലേ? പക്ഷെ അതിൽ കൂടുതലായിട്ട് നമുക്ക് ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് ഫീൽഡിൽ എൻട്രൻസ് എത്രത്തോളം കുട്ടികൾ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ കയ്യിൽ എത്രത്തോളം കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും? ബിക്കോസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ പാരന്റ്സിനെയാണ്. മാനേജ്മെന്റിന്റെ വിഷനറി അനുസരിച്ചിട്ടാണ് നമ്മുടെ ഗ്രോത്തും അലൈൻഡ് ആയിട്ടുണ്ടാവുക. മാനേജ്മെന്റിന് ഒരു 10 വർഷം മുന്നോട്ടേക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോത്തും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരതും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം മാനേജ്മെന്റ് റെസ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി മാനേജ്മെന്റിന് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് തേടാം, അല്ലെങ്കിൽ മാനേജ്മെന്റിന് തന്നെ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാം, ലൈക്ക് പഠിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. കസ്റ്റമറിന്റെ പെയിൻ എന്താണ് എന്നുള്ളത് സെയിൽസിൽ ഇരിക്കുന്ന ആള് കേൾക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷെ കസ്റ്റമർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു സിനാരിയോ വരുമ്പോഴാണ് കൂടുതലായിട്ട് സെയിൽസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്നത്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നതും സ്റ്റാഫിനാണ്. അതേപോലെ തന്നെ കറന്റ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെയിൽസ് ഒരു 2 or 3x ഡബിൾ ആവും. കാരണം എന്തെന്ന് വെച്ചാൽ CRM വിവരം കറക്റ്റ്ലി എന്ത് ചെയ്യും, ഇൻഫർമേഷൻ കൊടുക്കും, നോട്ടിഫിക്കേഷൻസ് കൊടുക്കും, ഇന്ന ഫോളോ അപ്പ് ചെയ്യാനുണ്ട്, ഇന്നത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. നമ്മളൊക്കെ മനുഷ്യരാണ്, മറവികളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും എക്സൽ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും. ടെക്നോളജി നമ്മുടെ മുന്നിലുണ്ട്. ഇത് അപ്ഗ്രേഡ് ആവുന്നതനുസരിച്ച് നമ്മളും അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ ഉണ്ടാവും ഒരു ഗ്രോത്ത് ഉണ്ടാവും. വെൽക്കം ടു ക്ലാരിറ്റി ഡിസ്കഷൻ ഡെസ്ക്, where we discuss actionable business insights. ഇന്ന് നമ്മുടെ കൂടെ ക്ലാരിറ്റി ഡിസ്കഷൻ ഡെസ്കിലുള്ളത് നാജിമാണ്. നാജിമ് കഴിഞ്ഞ 6 വർഷമായിട്ട് എഡ്ടെക് ഇൻഡസ്ട്രിയിൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ടാണ്. വെൽക്കം നാജിം. ഹായ്. നാജിമ്, എനിക്ക് തോന്നുന്നു നാജിമിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് കമ്പനി ആയിട്ടുള്ള അലനിലാണ്. അലനിൽ എനിക്ക് തോന്നുന്നു ഒരു PRO ആയിട്ടൊക്കെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഞാനത് ഇവിടെ കോട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും ഭീകരമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഒരു ATL ലെവലിലേക്ക് കാണുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പം അറിയില്ല എന്ന് തോന്നുന്നു. എന്താണ് നാജിമിൻ്റെ ഒരു ടേക്ക് അവേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് മതിയോ, അല്ലെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് നമ്മൾ എത്രത്തോളം ചെയ്യണം എന്നുള്ളത്? മൈ പോയിന്റ് ഓഫ് വ്യൂ, ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് വേണ്ടത് പാരലായിട്ട് നമുക്കൊരു ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു എഡ്ടെക് മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ്. എത്രത്തോളം സ്റ്റുഡൻസ് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്? ഫോൺ കുറെ കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവില്ലേ? പക്ഷെ അതിൽ കൂടുതലായിട്ട് നമുക്ക് ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് ഫീൽഡിൽ എൻട്രൻസ് എത്രത്തോളം കുട്ടികൾ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ കയ്യിൽ എത്രത്തോളം കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും? ബിക്കോസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ പാരന്റ്സിനെയാണ്. നേരെ മറിച്ച് നമ്മൾ സ്കൂളുകളിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇവന്റ്സ് പോലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്തിട്ട് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ നടത്തുന്ന ഇവന്റ്സുകൾ ഉണ്ടല്ലോ, അതിന് കിട്ടുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. അപ്പം ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ കൂടെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു എഡ്ടെക് മേഖലയിൽ അല്ലെങ്കിൽ മറ്റേത് സ്ഥാപനങ്ങളായാലും മറ്റേത് കമ്പനികളായാലും നിലവിലുണ്ടാവുന്നതിനേക്കാൾ കൺവേർഷൻസ് ഒരു 2 or 3x കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി യെസ്, കറക്റ്റ് ആണ്. കാരണം നമ്മൾ ഒരു ഓഫ്ലൈൻ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുമ്പം, മുമ്പ് ഞാൻ നാജിമും ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ചെയ്യുമ്പം കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിന്റെ പിച്ചിങ്ങിലേക്ക് പോകുന്നുണ്ടായിരിക്കുക. അപ്പം അവര് പറയുന്ന ഒരു പിച്ച് നോട്ട് കേൾക്കുമ്പോൾ കുട്ടികൾ, നാജിമ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡയറക്ട്ലി ആണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഒബ്വിയസ്ലി സെയിൽസ് ടീമിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഈസിനെസ് ഉണ്ടായിരിക്കും രണ്ടാമത് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു കോള് പോകുമ്പോൾ എന്നുള്ളതാണ്.
ഞാൻ അവിടുന്ന് നോട്ട് ചെയ്തൊരു സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാജിമും കൂടുതൽ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻസിനായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുട്ടികൾ എത്രത്തോളം താല്പര്യമുണ്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയിലേക്ക് വരാൻ എന്നുള്ളത്. കാരണം നമ്മളൊരു കോഴ്സായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിട്ടോ നമ്മൾ കുട്ടികളിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ താല്പര്യം അനുസരിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ കൺവേർഷൻ റേറ്റ് കൂട്ടാൻ പറ്റും. അപ്പം എപ്പോഴും കുട്ടികളിലേക്ക് എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യും, ഈ സെഷൻസുകളാണെങ്കിലും ഇവന്റ്സുകളാണെങ്കിലും അവർ കേട്ടിരുന്നു പോകും. ഭയങ്കര കറക്റ്റാണ്. കാരണം നമ്മളിപ്പം മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ചെയ്തില്ല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സും കുട്ടികളും ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. സോ വൺ ഓഫ് ദി ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ടെക്നിക്ക് കുട്ടികൾക്കും പാരന്റ്സിനും നമുക്ക് അത് പിച്ച് ചെയ്യാനും കൂടി പറ്റും. ഇത് ഇവർക്ക് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. അതിന്ന് ഭീകരമായിട്ടുള്ള ഒരു കൺവേർഷൻസും, കാരണം ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെഷൻസുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴേ ഡെഫിനറ്റ്ലി അവരത് വീട്ടിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യും. അതെ, ലൈക്ക് അവർക്കൂടെ താല്പര്യമുള്ള കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു സെയിൽസ് ടീമിന്റെ അല്ലെങ്കിൽ ഒരു PR ടീമിന്റെ കോൾ ചെല്ലുന്ന സമയത്ത് തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം റെഡി ആയിരിക്കും പാരന്റ്സ്. കാരണം അവരുടെ കയ്യിലൊരു റിപ്പോർട്ടും കൂടി കിട്ടുക. അതാണ് ഓഫ്ലൈൻ മാർക്കറ്റിംഗിന്റെ ഒരു ഭയങ്കര രസമുള്ള കാര്യം. കാരണം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് അല്ല, നമുക്ക് പല തരത്തിലും ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് എനിക്ക് ഇതിലേക്ക് ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇപ്പൊ സെയിൽസ് ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആളായതുകൊണ്ട്, കുറച്ചും കൂടിയും സെയിൽസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് കൂടി ഞാൻ പറയണത്, എങ്ങനെയായിരുന്നു സെയിൽസ് ടീമിനെ ലൈക്ക് മോൾഡ് ചെയ്തെടുക്കുന്നത്? ഞാൻ ഒരു എംപതറ്റിക് ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് സെയിൽസ് ടീമിന് അറിയാലോ, സെയിൽസ് ടീം എപ്പോഴും ഒരു ഹെക്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവരെ നമ്മളെപ്പോഴും കൂളാക്കിയിട്ട് വേണം കൊണ്ടു നടക്കാൻ. ഞാൻ അവരെ പാമ്പർ ചെയ്തിട്ട് തന്നെയാണ് എപ്പോഴും കൊണ്ടു നടക്കാറ്. ബിക്കോസ് അപ്പോഴേ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം നമുക്ക് കിട്ടും. ഓക്കെ. അപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ലൈക്ക് എങ്ങനെയായിരിക്കും ആ ഒരു മെത്തേഡ് ഉണ്ടായിരിക്കുക ഓരോ സെയിൽസിനും ഓരോ ലീഡിനും? നമ്മളിപ്പോ ഓരോ ലീഡ് അവരെങ്ങനെ വിളിക്കണം, അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ അവർക്ക് കൊടുക്കും. അതനുസരിച്ചിട്ട് മാത്രമേ അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ കോൾ ചെയ്യിപ്പിക്കുള്ളൂ. അത് മാത്രമല്ല ഒരു പിച്ച് നോട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. കാരണം നമ്മളെ അടുത്തുള്ള സിസ്റ്റം അത് മാത്രം ഫോളോ ചെയ്താൽ മതി. പിന്നെ അവരുടെ കയ്യിലുള്ള അവരുടെ ഇൻപുട്സും കൂടെ അവർ ആഡ് ചെയ്യുമ്പോഴാണ് നല്ല രീതിയിലുള്ള കൺവേർഷൻസ് എന്ത് ചെയ്യാം ഉണ്ടാവുന്നത്. ഓക്കെ. സോ ഒബ്വിയസ്ലി നമുക്കിപ്പോ ഒരു ടീമിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനീനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീഡ് ചെയ്യാൻ ഒരാൾ വേണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അയാളുടെ ഒരു വിഷനറി അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. അതിലേക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ ഒരു CRM സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെയിൽസ് ടൂള് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പല കമ്പനീസും അതൊരു ഓവർ ബേർഡൻ ആവുമോ അല്ലെങ്കിൽ കമ്പനിക്ക് വെറുതെ ഒരു എക്സ്പെൻസ് കൂടുതലാവുമോ എന്നുള്ളത് വെച്ചിട്ട് നീങ്ങാറുണ്ടല്ലോ. നാജിമിന്റെ ഈ ഒരു ജേർണിയിൽ നാജിമിന് തോന്നിയൊരു കാര്യം എന്താണ്? നമ്മള് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് പല സ്ഥാപനങ്ങളിൽ നോർമൽ എക്സൽ ത്രൂ ആണ് അവരെന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത്. ബിക്കോസ് മാനേജ്മെന്റിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സമയത്ത് അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അവർക്കൊരു 5 or 6 സെയിൽസ് ടീം ഉണ്ടാവും, അല്ലെങ്കിൽ അബൌട്ട് 10 സെയിൽസ് ടീം ഉണ്ടാവും. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ സെയിൽസ് സ്റ്റാഫാണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഒരു ഫോളോ അപ്പിലേക്കോ ഇതിലേക്കൊന്നും എത്താൻ പറ്റില്ല. നേരെ പക്ഷെ ഒരു CRM പോലത്തെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർസ്, ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ലീഡ് സ്ക്വയർ, സോഹോ, ഗെറ്റ് ലീഡ്, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് CRMകൾ മാർക്കറ്റിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നതും സ്റ്റാഫിനാണ്. അതേപോലെ തന്നെ കറന്റ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെയിൽസ് ഒരു 2 or 3x ഡബിൾ ആവും. കാരണം എന്തെന്ന് വെച്ചാൽ CRM വിവരം കറക്റ്റ്ലി എന്ത് ചെയ്യും, ഇൻഫർമേഷൻ കൊടുക്കും, നോട്ടിഫിക്കേഷൻസ് കൊടുക്കും, ഇന്ന ഫോളോ അപ്പ് ചെയ്യാനുണ്ട്, ഇന്നത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. നമ്മളൊക്കെ മനുഷ്യരാണ്, മറവികളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും എക്സൽ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും. ടെക്നോളജി നമ്മുടെ മുന്നിലുണ്ട്. ഇത് അപ്ഗ്രേഡ് ആവുന്നതനുസരിച്ച് നമ്മളും അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ ഉണ്ടാവും ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പം ആ ഒരു സിസ്റ്റവും കാര്യങ്ങളും ഒബ്വിയസ്ലി ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ 100% ഷുവർ തന്നെയാണ്. അതിലേക്ക് ഒരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നാജിമിന്റെ ഒരു ജേണിൽ ഒരു നാജിമിന് കംപ്ലീറ്റ്ലി ഇപ്പം അലനിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം PRO ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ PRO ടു എ കൺസൾട്ടന്റ്, അതും ഒരു 6 to 7 years ഒരു ജേണിയിലാണ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിട്ട്. കാരണം വരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഇൻസ്പയറിംഗ് തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു ഓറിയന്റേഷൻ എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്?
ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ ഏകദേശം ഒരു 6 years ആയി. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു PR മുതൽ ഇപ്പം കറന്റ് നിൽക്കുന്ന ഈ ഒരു ഡെസിഗ്നേഷൻ വരെ ഈ ഒരു ജേണിയിൽ കൂടുതലായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് മിസ്റ്റേക്കിൽ നിന്നാണ്. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ടീം നമുക്ക് തന്ന സപ്പോർട്ട്, നമുക്ക് പഠിക്കാൻ തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തരുന്ന, ഇത് തന്നെയായിരുന്നു ഞാൻ എന്റെ ടീമിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് PR എന്നാണെങ്കിൽ പോലും ഞാൻ എൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്ത കമ്പനികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സൽ ത്രൂ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്നൊരു ഗ്രോത്ത് കണ്ടപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് പോലും മൂവ് ഓൺ ചെയ്യാത്ത കമ്പനികൾ ഉണ്ട് എന്നുള്ളതാണ്. ഒബ്വിയസ്ലി. പിന്നെ പുതിയ കാര്യങ്ങൾ എപ്പോഴും ഞാൻ നാജിമിനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചും കൂടി അതെ, മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യം തന്നെയാണ്. നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മളുടെ റിസൾട്ട് എന്നുള്ളത്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നമുക്ക് മാത്രം ധൈര്യം ഉണ്ടായ പോരാ, അത് മാനേജ്മെന്റിന്റെയും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, അതും കൂടെ വേണം. അപ്പൊ ഞാൻ ഈ ഒരു 6.5 years ജേണിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളത് അതായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ എന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ എന്റെ ടീമിന്റെ ഭാഗത്തുനിന്നും അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. മാനേജ്മെന്റ് എപ്പോഴും ഡയറിംഗ് ആയിരുന്നു, അവർക്ക് ലുക്കിംഗ് ഫോർവേഡ് ഒരു 10 വർഷത്തേക്കുള്ള കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒരു ഇൻപുട്ടായിട്ട് ഇട്ടത്. കാരണം എപ്പോഴും മാനേജ്മെന്റിന്റെ വിഷനറി അനുസരിച്ചിട്ടാണ് നമ്മുടെ ഗ്രോത്തും അലൈൻഡ് ആയിട്ടുണ്ടാവുക. മാനേജ്മെന്റിന് ഒരു 10 വർഷം മുന്നോട്ടേക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോത്തും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരതും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം മാനേജ്മെന്റ് റെസ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി മാനേജ്മെന്റിന് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് തേടാം, അല്ലെങ്കിൽ മാനേജ്മെന്റിന് തന്നെ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാം, ലൈക്ക് പഠിച്ചെടുക്കാം. ഇതെന്താന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ടീം ഹെഡ്സിന്റെ ഭാഗത്തുനിന്നും. പക്ഷെ ഇത് രണ്ടു കൂട്ടരും ഇരുന്ന് ഈ പറഞ്ഞ പോലെ അത് മോൾഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. അതെ അതെ. ഇതിലിപ്പോ ഇത്രയും നാജിമിന്റെ ഒരു ഗ്രോത്തും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതുകൊണ്ട് ചോദിക്കുകയാണ്, നാജിമിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരിൽ ഇപ്പം നാജിമിന്റെ ഒരു ടീം ബിൽഡിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടീം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിലാണെങ്കിലും ഒരു ഹയറിങ്ങിനും ഫയറിങ്ങിനും നാജിമിന്റെ ഒരു മെത്തേഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും ഉണ്ടാവുക? ഹയറിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുന്ന സമയത്ത് അവർക്ക് സെയിൽസിനോട് താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മെയിൻലി നോക്കുക. സെയിൽസിനോട് താല്പര്യം അല്ലാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നുള്ളതിൽ വന്നിട്ട്, കാരണം നമുക്ക് മറ്റു പല ജോലികളും അവരെ ഏൽപ്പിക്കാൻ പറ്റും, പക്ഷെ ഈ പറഞ്ഞ പോലെ സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ജോലിയാണ്. അത് അവർക്ക് കുറച്ചും കൂടെ അവരിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പം അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറ് ഹയറിംഗിലേക്ക്. പിന്നെ ഫയർ ചെയ്യുന്നതിന്റെ സമയത്ത് എന്തായിരിക്കും ഒരു സിനാരിയോ ഉണ്ടാവുക? ഫയറിംഗ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഒരാള് അത്രമാത്രം നമുക്ക് റിസൾട്ട് ഔട്ട്കം തരാത്തൊരു പേഴ്സൺ ആണ്, പക്ഷെ അതൊരു ഡയറക്റ്റ് ഫയറിംഗിലേക്കല്ല പോവാ. അവരിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും, കാരണം ഇത് അവർക്ക് പറ്റിയതല്ല, ഈ ഒരു ഏരിയ അവർക്ക് പറ്റിയതല്ല എന്ന് അവരിൽ മനസ്സിലാക്കിയതിന് ശേഷം അത് അവരെ കൊണ്ടും റിസൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ മൂവ് ചെയ്യാറ്. കാരണം എന്താന്ന് വെച്ചാൽ അവർ ഒരുപാട് പ്രതീക്ഷയിൽ വന്നതായിരിക്കും, അവര് എടുത്താ പൊങ്ങാത്ത ജോലി ആണ് ചെയ്യുന്നത് എന്നുള്ളത് അവരിലേക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി. ആ സമയത്ത് തന്നെ മറ്റു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ, ഈവൻ എന്റെ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരുപാട് പേരുണ്ട്. ബിക്കോസ് സെയിൽസിൽ സ്കില്ലായിട്ടുള്ള ആളുകള് പക്ഷെ അവർക്ക് മറ്റു കോർ ഏരിയകൾ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയപ്പോ ആ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഈവൻ സെയിൽസ് HR പോയത് ആളുകളുണ്ട്. ഓക്കെ ഓക്കെ. ഇതിലിപ്പം സെയിൽസിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് അവരുടെ ഒരു കോൺഫിഡൻസ്, പിന്നെ അവർക്ക് എങ്ങനെ എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാനും ഇപ്പം മുമ്പ് ഡിസ്കഷനിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. കസ്റ്റമറിന്റെ പെയിൻ എന്താണ് എന്നുള്ളത് സെയിൽസിൽ ഇരിക്കുന്ന ആള് കേൾക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷെ കസ്റ്റമർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു സിനാരിയോ വരുമ്പോഴാണ് കൂടുതലായിട്ട് സെയിൽസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ആക്റ്റീവ് ലിസണിങ് കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് വേണ്ട കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയിട്ട് സെല്ല് ചെയ്യുമ്പോഴേ അതിന്റെ വാല്യൂ ഉള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഡയറക്റ്റ് സെല്ലിങ് ഇപ്പം BDs ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഫോൺ ത്രൂണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർ ഡയറക്ട്ലി മീറ്റ് ചെയ്യുന്ന പോലും ഇല്ല. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് എത്രത്തോളം ഈ ഒരു സെയിൽസ് പേഴ്സൺ മനസ്സിലാക്കുന്നോ അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവരുടെ ഒരു സെയിൽസിന്റെ കൺവേർഷൻസ് വരിക. അപ്പൊ നമ്മളൊരു റാപ്പോ ബിൽഡിങ്, അതിനുള്ള ട്രെയിനിങ് സെഷൻസ് ഇതൊക്കെ കൊടുത്തിട്ട് ഇവരെ സെയിൽസിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇറക്കുള്ളൂ. അത് ഈ ഇൻസൈഡ് സെയിൽസിന്റെ ഇപ്പം നാജിമ പറഞ്ഞ പോലെ തന്നെ ഇൻസൈഡ് സെയിൽസിലും ഔട്ട്സൈഡ് സെയിൽസിലും വരുമ്പം ആൾക്കാർക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ് സെയിൽസിൽ വരുമ്പോൾ നേരിട്ട് കാണാം, ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യാം എന്നുള്ളതാണ്. ഇൻസൈഡ് സെയിൽസിൽ കോളിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ മെസ്സേജും കാര്യങ്ങളും വരുമ്പോൾ ഇമോഷൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, കോളിലാകുമ്പോൾ പിന്നെയും സൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഈ മെസ്സേജും കാര്യങ്ങളാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. നമ്മൾ ഒരു കാരണവശാലും ആദ്യം തന്നെ ഒരു മെസ്സേജ് ത്രൂ ഒന്നും എന്ത് ചെയ്യാറില്ല, കണക്ട് ചെയ്യാറില്ല. കാരണം അവരതിന് ആവശ്യക്കാരാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മെസ്സേജും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുക എപ്പോഴും കോള് തന്നെയാണ്. കോള് പോയതിന് ശേഷമേ മെസ്സേജും കാര്യങ്ങളും ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴായിട്ട് പാരന്റ്സ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന പേഴ്സണെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. ബിക്കോസ് എന്താന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഹരിസ്ലാൻ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഹരിസ്ലാൻ എന്നുള്ള പേര് അവരുടെ മൈൻഡിൽ ഓൾറെഡി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഹരിസ്ലാന്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽസ് പ്രോപ്പർലി പിച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓബ്വിയസ്ലി. സോ എനിക്ക് തോന്നുന്നു നമുക്കൊരു വൈൻഡപ്പിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം സെയിൽസിൽ ഒബ്വിയസ്ലി നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതിൽ എട്ടെക്ക് മാത്രമാണ്. എട്ടെക്കിന്റെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് മാത്രം, ജസ്റ്റ് ഒരു പെരിഫറൽ ലെവലിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എട്ടെക്കിനെ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ എടുക്കുമ്പം ഒരു B2C ആണ് എട്ടെക്ക് കൂടുതലും ചെയ്യല്. B2B ചെയ്യുന്നതും ഉണ്ട് ഒബ്വിയസ്ലി. ഇപ്പം ഈ B2Cയിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഇൻസൈഡ് കോളിങ്ങും കാര്യങ്ങളും ആയതുകൊണ്ട് അതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു എക്സ്പേർട്ട് ലെവലിൽ നിൽക്കുന്ന ഒരാളെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ബാക്കി ഇപ്പം ഡിജിറ്റൽ സെല്ലിങ് കിടക്കുന്നുണ്ട്, റീറ്റെയിൽ സെല്ലിങ് കിടക്കുന്നുണ്ട്, അങ്ങനെ വലിയ സ്പ്രെഡ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നമുക്ക് വരുന്ന പോഡ്കാസ്റ്റുകളിലും കാര്യങ്ങളിലും ഒക്കെ കൊണ്ടുവരാം. സോ ബൈ ദെൻ സൈനിങ് ഓഫ് ഫ്രം നാജിം അൽ ഷാഹിം ആൻഡ് ഹരിസ്ലാൻ. താങ്ക് യു.